നമസ്കാരം. ശുഭദിനം, ശുഭചിന്ത. ഇന്ന് ഈ ശുഭദിനത്തിൽ ആശാഹി പരമം ദുഃഖം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഒരിക്കൽ ഒരു മുക്കുവൻ മീൻ പിടിക്കുകയായിരുന്നു. പിടിച്ച മത്സ്യങ്ങളെയെല്ലാം കരയിൽ വെച്ച് വീണ്ടും അവൻ മീൻ പിടിക്കുവാനിരുന്നു. അവൻ്റെ ശ്രദ്ധ മുഴുവൻ ആ ചൂണ്ടയിലായിരുന്നു. അപ്പോൾ ഒരു പരുന്ത് വന്ന് അതിൽ നിന്ന് ഒരു മത്സ്യം കൊത്തിയെടുത്തുകൊണ്ട് പറന്നു. പരുന്തിൻ്റെ കൊക്കിൽ മത്സ്യത്തെ കണ്ട് കുറേ കാക്കകൾ അതിനെ പിന്തുടർന്നു. കാക്കകളുടെ ഉപദ്രവം സഹിക്കാഞ്ഞ് പരുന്ത് പല സ്ഥലങ്ങളിലേക്കും പറന്നു. എങ്ങോട്ട് പറന്നാലും കാക്കകൾ പിന്നിലുണ്ട്. പരുന്ത് തെക്കോട്ടും വടക്കോട്ടും എല്ലാം പറക്കാൻ തുടങ്ങി. അനേകം കാക്കകൾ കാ 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 എന്ന് കരഞ്ഞുകൊണ്ട് എവിടെയും പിന്നാലെയുണ്ട്. പരുന്ത് വല്ലാതെ പരിഭ്രമിച്ചു. പറക്കുമ്പോൾ അതിൻ്റെ കൊക്കിൽ നിന്നും മത്സ്യം താഴെ വീണു. കാക്കകളെല്ലാം ഉടനെ പരുന്തിനെ വിട്ട് ആ മത്സ്യത്തിൻ്റെ പിന്നാലെ പോയി. പരുന്ത് ഒരു സ്ഥലത്ത് സ്വൈര്യമായിരുന്ന് ചിന്തിച്ചു, ആ കുരുത്തം കെട്ട മത്സ്യം അതായിരുന്നു എൻ്റെ എല്ലാ വിഷമങ്ങൾക്കും കാരണം. അത് കയ്യിൽ നിന്ന് പോയപ്പോൾ എൻ്റെ കഷ്ടകാലം തീർന്നു, എനിക്ക് സമാധാനമായി. മനുഷ്യരുടെ ക്ലേശങ്ങൾക്കുള്ള കാരണത്തെ സൂചിപ്പിക്കുവാൻ വേണ്ടി ശ്രീരാമകൃഷ്ണ പരമഹംസർ പറയാറുള്ളൊരു കഥയാണിത്. ലൗകികങ്ങളായ ആഗ്രഹങ്ങളെയാണ് ഇവിടെ മത്സ്യമായി പറയുന്നത്. എന്തെങ്കിലും ആഗ്രഹം ഉള്ളിടത്തോളം കാലം നാം കർമ്മങ്ങളിൽ ഏർപ്പെടുന്നു. അത് പലവിധ ദുരിതങ്ങൾക്കും ദുഃഖങ്ങൾക്കും വിഷമങ്ങൾക്കും കാരണമായിത്തീരുന്നു. അജ്ഞാനം കൊണ്ട് കാമങ്ങളും, കാമം കൊണ്ട് കർമ്മങ്ങളും, കർമ്മം കൊണ്ട് ബന്ധവും ഉണ്ടാകുന്നുവെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. കർമ്മണാ ബധ്യതേ ജന്തുഹു. ബന്ധവും ദുഃഖവും ഇല്ലാതിരിക്കണമെങ്കിൽ നാം കാമങ്ങളെ ഇല്ലാതാക്കുകയാണ് വേണ്ടത്. ഭഗവാൻ ശ്രീകൃഷ്ണനും കാമത്തെ 1 നമ്പർ ശത്രുവായി ഗീത 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ടല്ലോ. നമ്മെ പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് കാമമാണെന്നും ആ കാമത്തെ ഒന്നാമതായി നശിപ്പിക്കണമെന്നുമാണ് ഭഗവാൻ അവിടെ പറയുന്നത്. കാമം മനുഷ്യനെ ക്രമേണ എങ്ങനെ നാശത്തിലേക്ക് നയിക്കുന്നുവെന്ന് ഭഗവാൻ അവിടെ വ്യക്തമാക്കുന്നുണ്ട്. ഭൗതികങ്ങളായ ആഗ്രഹങ്ങൾ വെച്ചു പുലർത്തിക്കൊണ്ടുള്ള ലൗകിക ജീവിതം കൂടുതൽ നിരാശകൾക്കും ദുഃഖങ്ങൾക്കും കാരണമായിത്തീരുന്നു. ഈശ്വരപരങ്ങളായ കാര്യങ്ങളെ മനസ്സിൽ വെച്ചുകൊണ്ടുള്ള ആധ്യാത്മിക ജീവിതം കാമത്തെ നശിപ്പിച്ച് ശാന്തിയിലേക്കും സമാധാനത്തിലേക്കും നയിക്കുന്നു. അതാണ് ഭാരതീയ സംസ്കാരത്തിൻ്റെ ജീവൻ. ആവശ്യങ്ങൾ എത്രയും ചുരുക്കി ജീവിക്കാൻ സാധിക്കും എന്നാണ് നമ്മുടെ ആചാര്യന്മാർ പരീക്ഷിച്ചു നോക്കിയത്. പാശ്ചാത്യരാകട്ടെ ആവശ്യങ്ങൾ എത്രയും വർദ്ധിപ്പിച്ച് നമ്മുടെ ജീവിതം സുഖപ്രദമാക്കാനുള്ള മാർഗമാണ് അന്വേഷിച്ചത്. അവരതിൽ ജയിച്ചു. ജീവിത നിലവാരം ഉയർത്തുവാനെന്ന പേരിൽ പാശ്ചാത്യ അനുകരണ ഭ്രമം കൊണ്ട് നാം ഇന്ന് അനുഭവിക്കുന്ന ദുരിതങ്ങൾ സുവിധങ്ങളാണല്ലോ. അതിനുള്ളൊരു പരിഹാരം കാണണമെങ്കിൽ കൊക്കിലുള്ള മത്സ്യത്തെ കളഞ്ഞ് സമാധാനമായിരിക്കുക, അതായത് ഭൗതികങ്ങളായ ആഗ്രഹങ്ങൾ ചുരുക്കി ആധ്യാത്മിക മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ജീവിതം നയിക്കുവാൻ ശ്രമിക്കുക. അതാണ് നാം ചെയ്യേണ്ടത്. ഈ ശുഭദിനത്തിൽ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന പ്രാർത്ഥനയോട് പ്രണാമങ്ങളോട് റജി.